നാട്ടിലാകെ കൊടുങ്കാറ്റാണ്. കാലവർഷം വരുമ്പോൾ മഴയുടെ ഭാഗമായി പലതരത്തിലുള്ള കാറ്റുകളും തൂഫാനും ഉണ്ടാകും. അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോഴടിച്ചു വീശുന്ന തൂഫാൻ അത് ഓപ്പറേഷൻ തൂഫാനാണ്. അത് മയക്കുമരുന്നിനെതിരെയുള്ള തൂഫാനാണ്. ആ കൊടുങ്കാറ്റ് ശക്തമായി ഇനിയും അടിച്ചു വീശട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. പ്രാർത്ഥിക്കുക മാത്രമല്ല, നമുക്കതിൽ പ്രവർത്തിക്കാനും ഉണ്ട്. അതിന് പ്രത്യേകമായ ആപ്പുകളുണ്ട്. അത് സംബന്ധമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ നാം അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഈ മയക്കുമരുന്ന് വേട്ടയ്ക്കുള്ള ഒരു സഹായകം ആയിരിക്കും. ആദ്യത്തെ 72 മണിക്കൂറിൽ 1500 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 1000 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ടുള്ള കണക്ക് പറഞ്ഞിട്ടില്ല. നേരത്തെ തന്നെ നമുക്കറിയാം, കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. ചിലർ കരുതുമായിരുന്നു കേരളം മറ്റ് സംസ്ഥാനത്തെക്കാളൊക്കെ ഇവിഷയത്തിൽ മോശമാണ് എന്ന്. യഥാർത്ഥത്തിൽ അതല്ല. മറ്റുള്ളിടത്ത് അങ്ങനെ വേട്ടയാടുകയോ കേസെടുക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ കേസുകൾ കുറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും വളരെ ഗൗരവതരമായൊരു കാര്യമാണിത്. 2024 27,000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ 2025 അത് 36,000 ഉയരുകയാണ് ചെയ്തത്. ശക്തമായ പോരാട്ടം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമുണ്ടായതുകൊണ്ട് ഇത് പരിഹരിക്കുകയില്ല. SYSൻ്റെ മാനവ സഞ്ചാരം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ഒരു കാര്യം ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടമായിരുന്നു. നാം അതിൻ്റെ കൂടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ അതിശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. മറ്റു വകുപ്പുകളും അതോട് ചേർന്നിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികളെ കൊണ്ടൊക്കെ ഗോളടിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ലക്ഷക്കണക്കിന് ഗോളുകൾ അടിക്കുക. അതിന് ആഭ്യന്തരമന്ത്രി തന്നെ ഒരു പന്തുരുട്ടിയിട്ട് ഗോളടിച്ച് കാണിച്ചു കൊടുത്തു. കുട്ടികൾക്ക് മയക്കുമരുന്ന് കഴിഞ്ഞാൽ പിന്നെയുള്ള വലിയൊരു ലഹരി അത് ഫുട്ബോളാണ്. ഫുട്ബോൾ വലിയൊരു ലഹരിയാണ്. ഇപ്പം നമുക്ക് അമേരിക്കയിലെങ്ങാണ്ട് നടക്കുന്ന കാൽപന്തു മത്സരത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള ഫുട്ബോൾ ഭ്രാന്തന്മാർ എന്ന് നാം പറയുന്ന മുറിയൻ ട്രൗസറും കീറിയ ബനിയനുമിട്ട് മഞ്ഞയും പച്ചയും പുതച്ച് അവിടെയും ഇവിടെയൊക്കെ വലിയ ബോർഡുകൾ വെച്ച് വിമ്പിളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തരം ഭ്രാന്ത് നാം കാണുന്നുണ്ട്. അതും നാടിനും മനുഷ്യനും കുടുംബത്തിനും ആപത്തു തന്നെയാണ്. അതേസമയത്ത് ആരോഗ്യത്തിനു വേണ്ടിയുള്ള ആനന്ദത്തിനു വേണ്ടിയുള്ള കളികൾ അത്യാവശ്യത്തിനൊക്കെ ആകാം. അതിരുവിടാൻ പാടില്ല. ലഹരി ഒരു തരത്തിലുള്ള ലഹരിയും ഗുണപരം അല്ല. ഈ രാത്രികാലങ്ങളിലെ പന്തുകളികൾ, നൈറ്റ് ലൈഫ്, ടറഫുകളും ചായക്കടകളും എല്ലാം മയക്കുമരുന്നിൻ്റെ മാടി വിളിക്കുന്ന കേന്ദ്രങ്ങളാണ്. മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെ ടാർഗറ്റുകൾ അത് പള്ളികളും അമ്പലങ്ങളും മസ്ജിദുകളും എല്ലാം അക്കൂട്ടത്തിൽ വരും. മദ്രസകളും സ്കൂളുകളും അവർ ടാർഗറ്റ് ചെയ്യും. രാത്രിയിൽ ഉറക്കമൊഴിച്ചിരിക്കുന്ന പന്തുകളിക്കാരെയും അതുപോലെയുള്ള ലഹരികളിൽ ഇടപെട്ടവരെയും ഈ മയക്കുമരുന്നിൻ്റെ ലഹരിയിലേക്ക് കൊണ്ടുവരൽ എളുപ്പവും ആണ്. നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന എടാകൂടത്തെ നമ്മുടെ നാട്ടിൽ നിലം തൊടിയിക്കാതെ പറഞ്ഞയക്കാൻ നാം എല്ലാവരും മുന്നിട്ടു വരേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെയും മഹലിലെയും കുട്ടികൾ അവർ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ സമയത്ത് പന്തുകളിയുടെ ഗ്രൗണ്ടുകളിലാവാൻ പാടില്ല. 10 മണിക്ക് ശേഷവും ലൈറ്റ് കത്തിച്ച് കളിക്കുന്ന ഒരു രീതി നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മഹല്ലുകളിലും ഉണ്ടായിക്കൂടാ.
അതിന് രക്ഷിതാക്കന്മാരുടെയും മാനേജ്മെൻറ്റിൻ്റെയും മഹല്ല് കാരണവന്മാരുടെയും എല്ലാം ശ്രദ്ധ അനിവാര്യമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരു സെക്യുലർ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലഹരി നിർമ്മാർജ്ജനത്തിന് വേണ്ടി രംഗത്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കളികൾ ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ അവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ തന്നെയാണത്. അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് നാം കാണേണ്ടത്. അതേസമയത്ത് ഓരോ മതത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും ആളുകൾ വെവ്വേറെ കൂട്ടായ്മകളുണ്ട്. ആ കൂട്ടായ്മകൾക്ക് കീഴിൽ അവരുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കണം. ദിക്ർ മജ്ലിസുകൾ അതൊരു ലഹരിയായി മാറണം. ലൈബ്രറികളും വായനാ കേന്ദ്രങ്ങളും അതൊരു ലഹരിയായി മാറണം. ജനസേവന പ്രവർത്തനങ്ങൾ, രോഗികളെ കുളിപ്പിച്ചു കൊടുക്കുക, അവർക്ക് നല്ല വസ്ത്രമിടിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ടി മരുന്നുകൾ കളക്ട് ചെയ്യുക, അവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുക, അത് നമ്മുടെ ലഹരിയായി മാറണം. പാവപ്പെട്ടവൻ്റെ വീട് കെട്ടിച്ചു കൊടുക്കുക, അവരുടെ വീടുകൾ വൃത്തിയാക്കി കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് സേവന പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ലഹരിയായി മാറണം. അങ്ങനെ സത്യത്തിൻ്റെയും നന്മയുടെയും സേവനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ലഹരിയിലൂടെ അധാർമികമായ ലഹരികളെ വിഭാടനം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ എല്ലാം ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഗവൺമെൻറ് നടത്തുന്ന തുഫാനിനൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എല്ലാവരും മുന്നിട്ടു വരണം എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.